അനുപമയുമായി മനസ്സുകൊണ്ട് കൂടുതൽ അടുത്തപ്പോഴാ അവളിലെ നന്മ ഞാൻ അറിഞ്ഞത്. അണ്ടയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂന്ന് പണ്ടുള്ളവര് പറയും. പക്ഷേ സുശീല അനുപമയോട് അടുത്തപ്പോ പുളിയല്ല മധുരമാ അറിഞ്ഞത്. സുശീലേ, അതാണ് അനുപമയുടെ ഗുണം. അത് നീ പണ്ടേ മനസ്സിലാക്കേണ്ടതായിരുന്നു സുശീലേ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് കുഞ്ഞമ്മേ. സുശീലാന്റിയുടെ സമയം തെളിഞ്ഞത് ഇപ്പഴാ അല്ലേ ആന്റി? സമയം ശരിക്കും തെളിഞ്ഞത് അനുപമയ്ക്ക് രവി. അവളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റാ. ആണോ? അയ്യോ, കൊച്ചുണർന്നല്ലോ അല്ലേ? കൊറേ നേരമായി ഉറങ്ങുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. കൊച്ചുണർന്നു കഴിഞ്ഞാ പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. ദേ വരുന്നേ. ഓ, അനുപമ പഞ്ചായത്ത് പ്രസിഡന്റായ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആന്റിക്കല്ലേ തരാം. അതൊരു അഭിമാനമല്ലേ? അനുപമയ്ക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവും. അവൾ അത്രയ്ക്ക് നല്ലവളാ. കൊള്ളാലോ. ഞാൻ ഇന്നു മുതൽ അനുപമയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള പ്രചാരണത്തിന് ഇറങ്ങുക രവി. ആ, നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം കേട്ടോ. ഞങ്ങളുടെ വാർഡ് വരെ ആയതുകൊണ്ട് അനുപമയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അനുപമ ജയിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചോളാം. അല്ലേ ഹർഷേ? അതെ, അനുപമ ജയിക്കും ആന്റി, ഉറപ്പാ. അതെ, ഉറപ്പാ. ആ, എന്നാലേ ഞാൻ അങ്ങ് ഇറങ്ങുക. പിന്നെ പ്രചാരണത്തിനിടയിൽ സമയം കിട്ടുവാണെങ്കിലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം ഹർഷേ. പോട്ടെ? ശരി ആന്റി. ശരി, പോയിട്ട് വരാൻ രവി. ആയിക്കോട്ടെ ആന്റി. ആ സുശീല കുഞ്ഞമ്മേ. മോനെ, ഞാനങ്ങ് ചെന്നപ്പോഴേ ഉറങ്ങി. എന്തോ ദുസ്വപ്നം കണ്ടതായിരിക്കും. ഓ, വല്ല ഭൂതോ പിശാചിനെയോ കണ്ടു കാണും. ആണോ? എന്നാ ശരി, ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ സാറേ, മോന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. ഒന്ന് ചെല്ലൂ. ഞാൻ അപ്പോഴേക്ക് ഹർഷമോൾക്ക് മരുന്നെടുത്തു കൊടുക്കട്ടെ. മോളെ, ഇപ്പൊ കൊണ്ടുവരാവേ. വേണ്ടേ? ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ.